ഇത് ഒരു പഴമാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാല് കല്ലായിപ്പോയി. പഴം ഉപയോഗിച്ച് നമ്മൾ ആണി അടിച്ച്, ഓറഞ്ച് വെച്ചിട്ട് ആണി അടിക്കാൻ പോവാണ് മരത്തില്. തക്കാളി വെച്ച് ഞാൻ ആണി അടിച്ച സീനാണ് നിങ്ങൾ കണ്ടത്. ഇത് കണ്ടല്ലോ അല്ലേ, ഇത് നമ്മുടെ ഒരു സാധാരണ ടീഷർട്ടാണ്. ഈ ഒരു ടീഷർട്ടിന് എന്ത് സംഭവിച്ചു? ഇരിക്കുന്ന ആ ടീഷർട്ട് ഇതൊക്കെ മരം പോലെ മുറം. അതായത് ഒരു ഫ്രീസറിന്റെ പോലും സഹായമില്ലാണ്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുകയാണ്. ചെറിയ കുതിരയില്ലേ ഇവിടുത്തെ യക്കൂട്ടിയൻ കുതിര, അതിന്റെ മീറ്റ്. ഇവർക്കെല്ലാം അതിശയം, ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇത് ഉറഞ്ഞു പോയി. ഇതൊക്കെ ആണിനും പെണ്ണിനും കൊമ്പുള്ള ലോകത്തിലെ ഒരേ ഒരു മാൻവർഗം ഈ റെയിൻഡിയർ ആണ്. ഓ എന്റെ പൊന്നെ, എല്ലാം കൂടി എൻ്റെ അടുത്തേക്ക്. നമ്മള് ഇപ്പോ ഇറങ്ങിയിരിക്കുന്നത് ഒരു തടാകത്തിലോട്ടാണ്. അയ്യോ ഞങ്ങളെ വലിച്ചിട്ട് പോയേ. ഓ ചേട്ടൻ ചാടിക്കറിയാം. ഇത് ഭയങ്കര സ്പീഡിലാണ് പോടാ. ഒരു എക്സ്ട്രീം വിൻ്റർ സൈബീരിയൻ യാത്ര, ഒരു രക്ഷയില്ല. അപ്പോൾ കൊട്ടും തണുപ്പിൽ സൈബീരിയയുടെ ഭയങ്കര ഉള്ളിലുള്ള ഒരു ഫോറസ്റ്റ് പോലെ ഇരിക്കുന്നൊരു ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടു ഈ ഷിപ്പ് ഫ്രീസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതിനുശേഷം നമ്മൾ ഒരു വില്ലേജ് കണ്ടു, സത്താക്ക് എന്ന് പറയുന്ന വില്ലേജ്, അവിടുത്തെ റിവറിൽ നിന്ന് വെള്ളം എടുക്കുന്നതും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. കൗ ഫാം, പിന്നെ ഇവിടുത്തെ യാക്കൂട്ടിയൻ ഹോഴ്സ്, ഇങ്ങനെ പല സംഭവങ്ങളും കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഡ്രൈവ് ചെയ്ത് എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് ഒരു ഉൾപ്രദേശമാണ്. അതായത് യാക്കുട്സ്കിൽ നിന്ന് ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ നമ്മൾ മെയിൻ ഹൈവേയിലൂടെ ഓടിച്ചു വരും. അപ്പോൾ ഈ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ വിജനമായിട്ട് കിടക്കണ്ട. അതുപോലെ അപ്പുറം ഇപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ ഈ ക്രിസ്മസ് ട്രീ പോലത്തുള്ള ട്രീ ഇല്ലേ, അങ്ങനത്തെ മരങ്ങൾ മൊത്തം ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ തിക്ക് ഫോറസ്റ്റ് പോലെ നിൽക്കുകയാണ്. ശരിക്കും പച്ച കളറല്ല, അതിനകത്ത് മുഴുവനും ഈ മഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കുകയാണ്. ചെടികളുടെ ഇല എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പച്ചയല്ലേ, ഇതങ്ങനെയല്ല, വൈറ്റ്, കംപ്ലീറ്റ് വൈറ്റ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി നമ്മളൊരു റൈറ്റ് എടുത്തിട്ട് പിന്നെ പോയത് മുഴുവനും ഒരു ഫുള്ളൊരു ഫോറസ്റ്റ് പോലെ ഇരിക്കുന്ന ഒരു ഏരിയ. ചെറിയൊരു വഴിയാണ്, ഒരു എനിക്കൊന്ന് മൺ റോഡാണെന്ന് തോന്നണം. മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. കംപ്ലീറ്റ് വൈറ്റ്, ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ ആ വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത്, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം നമ്മൾ അത് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഈ ഒരു ഏരിയ. നമ്മൾ റെയിൻഡിയറെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ കുറച്ച് ഈ തണുപ്പത്ത് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോയിൽ റെയിൻഡിയറിനെ നമ്മൾ കാണും. അങ്ങനെ കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്തത്. നമ്മളൊപ്പം റിനാത്തുണ്ട്. ഹായ്. കുറേ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവാട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഓ ഓക്കെ, പപ്രിക്ക. ഞങ്ങൾ ഇതിനെ ക്യാപ്സിക്കം എന്ന് പറയും. ആ അയ്യോ, ഇത് മരം പോലെ കട്ടിയായിട്ടിരിക്കുന്നു, കല്ല് പോലെ ഇരിക്കുന്നു. മരം പോലെയല്ല, കല്ല് പോലെ. അതുപോലെ ഇത് കണ്ട, ഇത് ഒരു പഴമാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാല് കല്ലായിപ്പോയി. സൗണ്ട് കേട്ടാ. So we're going to try and use this with a hammer to hammer these nails into here. Okay. അടിപൊളി. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആണിയാണ്. ആണി നമ്മൾ സാധാരണ അടിക്കുന്ന എങ്ങനെ, ഹാമർ ഉപയോഗിച്ചിട്ടല്ലേ, ചുറ്റിക. പക്ഷെ അതിന് പകരം നമുക്ക് ആപ്പിൾ ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആപ്പിൾ അല്ലെങ്കിൽ പഴം ഉപയോഗിച്ച് ആണി അടിച്ചാലോ? ഇത് കേട്ടോ, -डिग्री ടെമ്പറേച്ചറിൽ പഴം ഉപയോഗിച്ച് അടിക്കാൻ വേണ്ട, ആണി അടിച്ച് കയറ്റാൻ പോവാണ്. ഇത് മരമാണ്. ഇത് നോക്കി, ഓ പഴം ഉപയോഗിച്ച് നമ്മൾ ആണി അടിച്ച്. ഇത് നോക്കി, അടിപൊളി സീരി. എടുക്കാൻ വേണ്ടിയുള്ളതാ. You want to try with a different fruit? Orange. Sure. Orange. Okay. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് വെച്ചിട്ട് ആണി അടിക്കാൻ പോവാണ് മരത്തിൽ.
ആയിക്കോട്ടാ. ഇതൊക്കെ ഓ എൻ്റെ പൊന്ന്, ഇതൊക്കെ ആണി അടിച്ച് കയറ്റി. ആപ്പിൾ ഉപയോഗിച്ചാൽ ആപ്പിൾ. തക്കാളി അല്ല, തക്കാളി. Let's try. That one is not super frozen though. തക്കാളി ഉണ്ടോ? തക്കാളി. ഓയ് എൻ്റെ കയ്യിൽ പോയി. ഓക്കെ, ഇത് ഓക്കെ. തക്കാളി വെച്ച് ഞാൻ ആണി അടിച്ച സീനാണ് നിങ്ങൾ കണ്ടത്. എന്തൊക്കെ പരിപാടി. ഇത് നമ്മുടെ ആപ്പിള് കവറൊക്കെ ഉണ്ടെന്നുണ്ട്. ആപ്പിള് നോയിക്കോട്ടെ, കാണാൻ പറ്റുന്നുണ്ടോ? ആപ്പിള് വെച്ചിട്ട് ആണി അടിച്ച് പൊളി പരിപാടി. യെസ്, നമ്മളെ ഇനി അടുത്ത ചെയ്യാൻ പോണത് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് ഫ്രീസർ വേണം, അങ്ങനെ കുറേ സംവിധാനമൊക്കെ വേണം. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട. നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ അങ്ങ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവും? So to make the ice cream, you first need to dig a hole. ഓക്കെ, Right? ഒരു ഹോൾ ഉണ്ടാക്കുന്നു. ഇറ്റ്സ് എ സോൾട്ട്. It's salt, yeah. ഓക്കെ, അത് And ഉപ്പാ. salt helps cold to get faster. അപ്പോൾ നമ്മൾ ഒരു കുഴി കുഴിച്ചു മഞ്ഞിൽ, എന്നിട്ട് ഉപ്പ് മൊത്തം അങ്ങ് ഇടുക കേട്ടോ. So in there you put the. അതിനുശേഷം പാത്രം വെച്ചു അതിൻ്റെ അടിയിൽ. Then you take the heavy cream. Right? It's liquid as you can see. ഓക്കെ, അത് ലിക്വിഡാണ്. അതൊരു ക്രീമാണ്. അതിനകത്ത് ഇട്ട്. For sweet we use the condensed milk. That is milk. Condensed milk. Condensed milk. Yeah. And you pour it down. അത് കുറച്ച് തിക്കുണ്ടല്ലേ? Down. അത് ഓക്കെ. So you take this. Yes. And you start whisking. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. പറമ്പിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. 4 മണിയാകുമ്പോഴാണ് സൂര്യാസ്തമയം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു സൺസെറ്റ് ടൈമാണ് ഇപ്പോൾ കണ്ടത്. നല്ല രസമല്ലേ? ഈ കാണുന്നത് ഒരു ലേക്കാണ്. ലേക്ക് ഏത് പറമ്പ് ഏതെന്ന് മനസ്സിലാവണില്ല, എല്ലാം വെള്ളം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പണി ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് So you can see that the sides are already cold. Yeah, now we're waiting for ഇതുണ്ട്. this. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ സെറ്റാവും സാധനം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ക്രീം അതുപോലെ മിൽക്കിൻ്റെ ആ ഒരു സംഭവം എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. അതിൻ്റെ അടിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കാരണം പെട്ടെന്ന് ഫ്രീസായി കിട്ടും. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്, കുറേ നേരം ഇളക്കി കൊടുത്തു. ഇനി എത്ര നേരം കൊണ്ട് ഇത് ഐസ്ക്രീമായ ആ ഒരു കട്ടിയാകും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അപ്പോഴേക്കും ഒരു വേറൊരു പരിപാടിയുണ്ട്. നൂഡിൽസിൻ്റെ ഒരു രസമുള്ള കാര്യമുണ്ട്, കാണിച്ചു തരാം. ഈ ചേട്ടൻ്റെ കയ്യിൽ തോക്ക്. ആർ യു സോൾജർ? സോൾജർ ഓർ ഹണ്ടിങ്? Soldato Bulchutujir. He's a hunter. ഹണ്ടർ. പട്ടാളക്കാരനാണോ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയത്തില്ല. AK-47 ആണെന്ന് തോന്നുന്നത്. ആ റഷ്യൻ വേറെ സംഭവമാണ്, അതിൻ്റെ പേര് മറന്നുമല്ലോ. ഒരു ഹെവി തോക്കായിട്ടൊരു ചേട്ടൻ പോകണം. ഹണ്ടറാണ് പുള്ളി. ഉണ്ടതേ എന്തിനു വെടി വെക്കാൻ പോണോ? അപ്പോൾ അതെ, ഇത് നമ്മുടെ റോക്സി, നമ്മുടെ യാക്കൂസ്കാരി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂട് നൂഡിൽസാണ് കണ്ട. ഇപ്പോൾ സെറ്റ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ഇതിന് എന്ത് പറ്റുമെന്ന് ഇപ്പോൾ നോക്കാം. ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കണ്ട. ഇത് കണ്ടല്ലോ അല്ലേ? ഇത് നമ്മുടെ ഒരു സാധാരണ ടീഷർട്ടാണ്. ചെറുതായിട്ടൊന്ന് നനച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരാം. ഒന്ന് ആട്ടി കൊടുക്കട്ടെ. Yeah, you can do this. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ നിലവിലെ കാലാവസ്ഥ -35 കുറവാണ്. ആക്ച്വലി -50 വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ടീഷർട്ടിന് എന്ത് സംഭവിച്ചു? ഇരിക്കുന്ന ആ ടീഷർട്ട് ഇതൊക്കെ മരം പോലെ, ഇതൊക്കെ മരം പോലെ.
ഇതുണ്ടാ മൊറം കണ്ടാ ഇത് കണ്ടാ മരം പോലെ ആയിപ്പോയി ഇത് നോക്കി. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് പേപ്പർ പോലെ തവിട് കൂടി ആയി കളയാം. അങ്ങനെ ഉറഞ്ഞു പോയി ഇത് കണ്ടാ മറ്റേ എന്താ പറയാ ഭയങ്കര ഹാർഡായിപ്പോയി ഇത് കണ്ടാ. ഒരു ടീഷർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമുക്ക് എറിഞ്ഞ് കളിക്കാം. ഇങ്ങനെ എറിഞ്ഞ പറക്കും. ആയിക്കോട്ടാ ടീഷർട്ടിന്റെ ഒക്കെ ഒരു അവസ്ഥ. She's the owner of this reindeer herd. She has some reindeers over there. Yeah, and she single-handedly lives here. And she raises the animals and she meets tourists. So yeah, she wanted to meet you. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി പൊളിച്ച്. വാ, അതായത് ഒരു ഫ്രീസറിൻ്റെ പോലും സഹായമില്ലാണ്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെങ്ങനെയുണ്ട് പൊളി? യാ, നല്ല തണുപ്പിൽ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കാം. Very nice. Yeah. Wow. നല്ല ടേസ്റ്റ് ഉണ്ട്. Yes. കൊള്ളാം. Nice. Будто первый раз пробую. Реально вкусная. നമ്മളിവിടെ ഉണ്ടാക്കിയ ഐസ്ക്രീം അതെങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ ലൈവായിട്ട് 10 മിനിറ്റ് ഉണ്ട്. ഏതാണ്ട് 10 മിനിറ്റ് എടുത്തിട്ട് അത് റെയിൻഡിയർ പോണ് കാണിച്ചു തരാം. ഞങ്ങൾ പോകുന്നുണ്ട്. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ സെറ്റ് ആയത്. വേറെ സംഭവം അവിടെ വെച്ചിട്ട് നൂഡിൽസിൻ്റെ കാണിച്ചു തരാം. നമ്മളവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രൈ റെയിൻഡിയർ വന്നേ ദേവൻ. കാണാം. അതുപോലെ ഇവിടെ വേറെ സംഭവം ഇരിപ്പുണ്ട്. ഇത് കണ്ടാ നമ്മുടെ ടീഷർട്ട് ഇവിടെ കുത്തി വെച്ചേക്കാണ്. അവിടെ ഇരുന്നോളൂ. കണ്ടാ ടീഷർട്ടാണ് ഈ കാണുന്നത്. അടിപൊളി. റെയിൻഡിയർ. ഒരാൾ അടുത്ത് വന്ന് വാ ഇത് കണ്ട. ഹലോ, കൊമ്പ് കണ്ട അതിൻ്റെ. അടിപൊളി. തൊട്ട് നോക്കട്ടെ. പോയി. ആഹാ, ഇതുണ്ട. എൻ്റെ നല്ല വിലയുള്ള കൊമ്പൊക്കെയാണല്ലോ. ഹലോ. ഇത് ഒരുപാട് പ്രത്യേകതയുള്ള ഇതാണ്ടോ മൃഗമാണ്. ആണിനും പെണ്ണിനും കൊമ്പുണ്ടാവും. ആണിനും പെണ്ണിനും കൊമ്പുള്ള ലോകത്തിലെ ഒരേ ഒരു മാൻവർഗം ഈ റെയിൻഡിയറാണ്. അതുപോലെ ഇതിൻ്റെ ത്വക്കിനൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഡബിൾ ലെയറാണ്. അതായത് ഈ തണുപ്പിനെയൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ത്വക്കാണ് ഇതിനുള്ളത്. ഡബിൾ ലെയർ രോമമുണ്ട് ഇതിന്. പിന്നെ കാലൊക്കെ ഈ മഞ്ഞത്ത് നന്നായിട്ട് കുത്താൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാലൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതേ വരുന്നത് ചെറുത് ഒരെണ്ണം പോണു. ഇത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അടിപൊളി പരിപാടി. ഇയാളുടെ മേത്ത് കയറുന്നു. ഓ, ഇത് നോക്കി എത്ര പേരാ നോക്കി. ഇത് കണ്ട. അതുപോലെ ഏതാണ്ട് ഒരു പൂർണ്ണ വളർച്ച എത്തുന്നതിനൊക്കെ 150 കിലോ ഒക്കെ സൈസ് ഉണ്ടാവും. ഇതിന് ഭാരം ഉണ്ടാവും കേട്ടോ. അതുപോലെ 1 മീറ്റർ 1.5 മീറ്ററൊക്കെ ഹൈറ്റും വെക്കും ഇതിന്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മാൻവർഗമാണ് ഈ ഒരു റെയിൻഡിയർ എന്ന് പറയുന്നത്. നമ്മുടെ റഷ്യയിലെ സൈബീരിയ, അലാസ്ക, അതുപോലെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങൾ, ഗ്രീൻലാൻഡ്, പിന്നെ കാനഡ, അവിടെയൊക്കെ ഈ ഒരു റെയിൻഡിയർ നമുക്ക് കാണാം. ഇതിൻ്റെ മാംസമൊക്കെ ഉപയോഗിക്കും കഴിക്കാനായിട്ട്. പാല് കിട്ടും. പിന്നെ ഇതിൻ്റെ രോമമൊക്കെ തുണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ജീവിയാണ്. ഇവരുടെ ഒരു പ്രധാന ജീവിയാണ് ഈ ഒരു റെയിൻഡിയർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു യാക്കൂസ്കാരുടെ. അപ്പോൾ ഇവിടെ കുറേ എണ്ണം ഉണ്ട്. നമുക്ക് ഇതിക്ക് റൈഡൊക്കെ ചെയ്യാം. നല്ല രസമായിരിക്കും. കണ്ട. ഓ, എൻ്റെ മുന്നേ എല്ലാം കൂടി എൻ്റെ അടുത്തേക്ക് എത്തി. ഇതിൻ്റെ കൊമ്പാണ് ഏറ്റവും, ഇതാണ് ഏറ്റവും മൂത്തതെന്ന് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ സൈസ് കണ്ട. എൻ്റെ അത്ര ഉണ്ട്. സൈസ് മനസ്സിലാക്കണമെങ്കിൽ ഞാനും കൂടി ഇങ്ങനെ നിൽക്കണം. ഇത് കണ്ട.
Monster. റെയിൻഡിയർ. ആ അവിടെ ഇരിക്കാം. Вместе все, да? ചെറിയൊരു റൈഡാണ്. Вместе приятно. ആ ഹിയർ. ആ ഓക്കെ എങ്ങനെ ഇരിക്കാമല്ലോ. ദിസ് വൺ ഈസ് റെയിൻഡിയർ. Yeah. ആ ഇത് റെയിൻഡിയറിൻ്റെ തോലാണ് ഈ കാണുന്നത് കണ്ട. ഇത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു റെയിൻഡിയർ യാത്ര നടത്താണ്, അതും സൈബീരിയയിലൂടെ. ഓക്കെ, വാവ്, അടിപൊളി പരിപാടി. നമ്മൾ തടാകത്തിലോട്ടാണോ പോണം? ഓ ഓ ഇറ്റ്സ് ബെറ്റർ. ഇത് എൻ്റെ കാലവിടെ ഇടിച്ച്, കുഴപ്പമില്ല. ഇത് തടാകമാണ്. ആ ഓക്കെ, ഇത് കണ്ട നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു തടാകത്തിലോട്ടാണ്. അയ്യോ ഞങ്ങളെ വലിച്ചിട്ട് പോയേ. ഓ ചേട്ടൻ ചാടിക്കറിയാം. ഓ ഇത് പൊളി. എന്താ പോയിട്ടും. ഇത് ഭയങ്കര സ്പീഡിലാണല്ലോ പോടാ. ഇത് ഇങ്ങനെയൊക്കെ പോകുന്നു ഞാൻ വിചാരിച്ചില്ല. ഹെവി യാത്രയായിരുന്നു. ഓ അടിപൊളി. വീഡിയോയിലൊരു എക്സ്പീരിയൻസ് ആട്ടോ. സൈബീരിയയിൽ വന്നിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. ഇവിടെ കുറേ റെയിൻഡിയേഴ്സും ഉണ്ട്. ഇതുണ്ടോ? വാ അടിപൊളി. ഇതൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ ടെൻ്റാണോ? ദിസ് വൺ ഈസ് ഹീറ്റഡ് ടെൻ. ആ ഇതല്ലാന്ന് തോന്നുന്നു. ആ ഇതിൻ്റെ ഒരു ടെൻറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. ആ ഓ ഇത് കിടന്ന് ഉറങ്ങാലോ ഇവിടെ. ജോലിക്കാർ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണോന്ന് അറിയത്തില്ല. This is a traditional Evenki house. Okay. Called Chum. Chum. Yeah, Chum. Many reindeer herding nations, including Nenets, Dogon, Evenki. They all stay in this kind of house. നമ്മൾ ഈ വ്യാങ്കി എന്ന് പറയുന്നൊരു ഭാഗത്താണ് വന്നേക്കണം. This is a bear. ആ ഇത് കരടിയാണ്. കരടിയുടെ തോല് ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇത് കണ്ടത് ഇതൊക്കെ, ഇത് മൊത്തം കരടിയുടെയും റെയിൻഡിയറിൻ്റെ ഒക്കെ തോലുകളൊക്കെയാണ് വേണ്ടത് ഈ മുകളിലൊക്കെ ഇരിക്കുന്നത്. ഓ അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ടെൻ്റാണ്. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. നോക്കി, ആ മേളിൽ ഹോളാണല്ലോ. കൊള്ളാമല്ലോ. ഇത് ഹീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇതണ്ട, ആ ഇത് ചൂടുണ്ടോ? ഇത് ചൂടാണല്ലോ, നല്ല ചൂടുണ്ട്. So this is normally a nomadic lifestyle house. You see, they always carry those woods with them. And normally it's done not with this, but with a reindeer. Totally. Yeah. അപ്പോൾ സാധാരണ രീതിയിൽ ഇത്തരം ടെൻറ്റുകൾ ചും എന്നാണ് വിളിക്കുന്നത്, ചും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ഒരു ട്രഡീഷണൽ സംഭവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെയിൻഡിയറിൻ്റെ തോലും കരടിയുടെ തോലും ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. കണ്ട ഇതൊക്കെ കരടിയുടെ തലഭാഗമാണ് ഈ കാണുന്നത്. വലിയ കരടിയാണല്ലോ, ബ്രൗൺ കളർ കരടി. എന്താ കരടിയുടെ തോല്. ഈ റഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരടികളുള്ളത്. അങ്ങനെ പറയുന്നുണ്ട്. ഇടയ്ക്ക് മണിയടി കേൾക്കുന്നുണ്ട്. അത് മറ്റേ റെയിൻഡിയർ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്ന. ഇതും ഇതുപോലെ ഇപ്പോൾ നമ്മൾ പോയൊരു വണ്ടിയാണ് ഈ കിടക്കണം. നമ്മളെ നൈസായിട്ട് ഒരു ഹീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെത്തി. എൻ്റെ കൈയൊക്കെ മരവിച്ചു കേട്ടോ ഭയങ്കരമായിട്ട്. ഇപ്പോഴാണ് ശരിയായത്.
അതുപോലെ ഈ ചേട്ടൻ നമ്മുടെ ഒരു സംഭവം കാണിച്ചിരുന്നു. ഇത് കണ്ട, ഇത് എല്ലാ യക്കൂട്ടിയൻസിനും ഒരു കത്തി അവരുടെ കയ്യിലുണ്ടാവും. അത് അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ആ യക്കൂട്ടിയൻ കത്തി. കണ്ട, അതെങ്ങനെയുണ്ട് സംഭവം? യക്കൂട്ടിയൻ കത്തി. ഈ സൈഡൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. കണ്ട, ഈ സൈഡ് വേറെ, ഈ സൈഡ് വേറെ. കൊള്ളാല്ലേ? See this section over here? Yeah. This when you're dealing with meat. Yeah. Which is Oh, okay. it keeps the blood. Ah. Yeah. Okay. Of course. And the way you deal with it is you slice it. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുതിരയില്ലേ ഇവിടുത്തെ യക്കൂട്ടിയൻ കുതിര, അതിൻ്റെ മീറ്റ് ഇത്. You take one here. ഓക്കെ. സ്ലൈസ് ആക്കി. In salt. സോൾട്ട്. ഇത് വേവിക്കലൊന്നുമില്ലേ? ജസ്റ്റ് ഈറ്റ്, ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ പരിപാടി. വാവ്, പച്ചിറച്ചിയാണ്. How you like it? Nice. Yeah. ഇവർക്കെല്ലാം അതിശയം. ശരിക്കും ഇഷ്ടപ്പെട്ടു. റോ മീറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മൾ ഇവർ കിട്ടിയതൊക്കെ തിന്നും. It's a very lean meat. ഇത് കണ്ട, ഇതാണ് കുതിര ഇറച്ചിയാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതിങ്ങനെ സ്ലൈസ് ആക്കും, എന്നിട്ട് ഉപ്പ് എടുക്കുന്നു, ഉപ്പിൽ മുക്കുന്നു, കഴിക്കുന്നത്. പക്ഷെ വേവിച്ച് തന്നെ കുറച്ച് ടേസ്റ്റാണ്. അപ്പം ഇതാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ റെയിൻഡിയറിൻ്റെ സ്ഥലവും ഈ ഒരു ഏരിയ, ഇവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഓണറാണ് ഈ ചേച്ചി. റൈസ എന്നാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ അതേപോലെ വേറൊരു സാധനം കൂടി ഇരിപ്പുണ്ട്. ഇത് ഇന്ദിഗിർക്ക. It's named after the river in Yakutia, in northwest Yakutia, northeast Yakutia. Okay. There is a river called Indigirka. Indigirka river. It's very rich in fish. And nation living surround Indigirka. They used to make this salad. Okay. It's very simple. Yakutian cuisine in general is very simple. And it's efficient. So it's just raw fish, onions, and salt. Okay. Raw fish, onion, പിന്നെ സോൾട്ട്, ഇത്രയും മിക്സ് ചെയ്തൊരു സംഭവമാണിത്. എന്തൊക്കെ വെറൈറ്റി സാധനം. ഇവർ ഇങ്ങനെ വേവിച്ചിരണ പരിപാടി ഇരുന്നോളൂ. ഇനി വേറൊരു സാധനം കൂടിയുണ്ട്. ഇത് കുതിരയുടെ ലിവർ, കോഴി ലിവർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുതിര ലിവർ കഴിച്ചു നോക്കിയാലോ? Nice. Yeah? Yeah. You like it? Yeah. He likes the liver. Can you do it? എല്ലാവർക്കും അങ്ങനെ അതിശയം പോലെ. That needs to be shown on the camera. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഈ ഒരു ഫിഷിൻ്റെ സാധനം. ഈ സാധനം ഇത് ഇവരുടെ ഒരു യക്കൂട്ടിയൻ ഐസ്ക്രീമാണ്. ഇവരുടെ ചെറിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. ഓക്കെ. This one? One more. You have a spoon? Yeah. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെയും തന്നു. കാരണം ഇത് ലിവറാണ് കുതിരയുടെ. Horse liver. You like? Yeah, nice. That's interesting, like, because a lot of foreigners don't like liver. ഇത് ഭയങ്കര കോമഡിയാണ് ഇവിടെ. ഇത് ഓക്കെ, എല്ലാവരും വീഡിയോ എടുക്കുന്നറിയാമോ? ചായ റെഡിയാക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ നോക്കിയപ്പോൾ ദേ ഇന്തസ് ഇന്ത്യൻ ടീ എന്നൊക്കെ എഴുതിയേക്കിട്. ഇത് വൻ സെറ്റപ്പ്. ഇത് കണ്ടോ, ഇന്ത്യൻ ടീന്ന്. അത് കൊള്ളാം. ഇവര് ഇന്ത്യൻ ചായയാണ് ഉപയോഗിക്കണേ. ഇവരാണ് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് ശരിയെന്ന്. അത് കൊള്ളാം. അത് പൊളിച്ചില്ലേ? അതെങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യൻ ടീ അതും കൊള്ളാം. അതും സൈബീരിയയില്. അപ്പോൾ കുറച്ചു നേരം എൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി പുറത്തോട്ട് ഇറങ്ങട്ടെ. സമയം ഒരുപാടൊന്നും ആയിട്ടില്ല, 5:30 ആയിട്ടുള്ളൂ. പക്ഷെ പുറത്ത് ഇരുട്ട് പോയിക്കോട്ടെ. ഏതാണ്ട് നട്ടപ്പാതിരാത്രി ആയ പോലെ ആയിരിക്കും. അങ്ങോട്ടായിരുന്നു. അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട, ഫുൾ ഇരുട്ടായില്ലേ? 5:30 ആയിട്ടുള്ള സമയം. ദേ ചന്ദ്രൻ എന്താ പുറത്ത് -35. ഇത് കംപ്ലീറ്റ് മരം കൊണ്ടാണ് ചെയ്തേക്കണം. നമ്മൾ ആ വെച്ച നൂഡിൽസിൻ്റെ കേസ് മറന്നു പോയിട്ടാ. ഇപ്പം അവസ്ഥ നോക്കട്ടെ. ഓ
ഇതിന്റെ പൊന്നോ, Вот. ഇത് ഉറഞ്ഞു പോയി. ഇതൊക്കെ ചൂടുവെള്ളത്തിൽ വെച്ച ഇതാണ്. ഇതൊക്കെ വാ അടിപൊളി. ഇത് ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ആ അതുണ്ടോ, ഇനി അത് വരത്തില്ല, ഉറഞ്ഞു പോയി. ഇതൊക്കെയാണ് അവസ്ഥ. എന്തൊക്കെയാണല്ലേ. വെരി നൈസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിനി പോവാണ്. ഏതാണ്ട് 100 കിലോമീറ്റർ കൂടുതലുണ്ട്, കറക്റ്റ് അറിയത്തില്ല. ഇവിടെ റേഞ്ചൊന്നുമില്ല കേട്ടോ. ലൊക്കേഷൻ നോക്കാനോ ഇത് ഈ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഈ റോഡുണ്ടല്ലോ, ഇപ്പോൾ ഈ ഹൈവേ കാണിക്കുന്നുണ്ട്. ഹൈവേന്ന് ഉള്ളിലോട്ട് മാറിയിട്ട് കുറേ ദൂരം നമ്മൾ ഓടിയായിരുന്നു. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ഓടി എന്നാണ് എനിക്ക് തോന്നുന്നത്, കുറേ നേരം ഓടി. പക്ഷേ ഇത് മാപ്പിലില്ല, മാപ്പിലൊന്നും ഇല്ലാത്ത റോഡാണ്. അപ്പോൾ വിട്ടാലോ, നേരെ വിടാം. ഓ ടീഷർട്ടിൻ്റെ അവസ്ഥ ഉണ്ടോ. ഓ മടക്കി ഒടിച്ചെടുക്കാം. വാവ് നൈസ്. അത് കൊള്ളാം. ഇത് കണ്ട, നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, ചെറിയൊരു റോഡെന്നൊന്നും പറയാനില്ല. ഒരു വഴി കാടിൻ്റെ നടുക്ക് കൂടി ഉണ്ട്, അതിലെയാണ് പോകുന്നത്. ചുറ്റും ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, കംപ്ലീറ്റ് വൈറ്റാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടല്ലോ, കുറച്ച് ഭാഗം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ കാറിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. താഴെ മഞ്ഞ് വഴിയാണ്, അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞും മറ്റേ കുലുങ്ങിയൊക്കെയാണ് പോകുന്നത്. എന്തായാലും നല്ലൊരു കിടിലൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പേടിയാവും കേട്ടോ, രാത്രി ഒറ്റപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. കാരണം ആരുമില്ല, സൈബീരിയൻ കാട്ടിൽ പെട്ടുപോയാൽ എങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ നിന്നാൽ ഏകദേശം അതിൻ്റെ ഒരു ഇത് നമുക്ക് തോന്നും. അത്രയും ഭീകരാവസ്ഥയാണ് ആ ഒരു കാട്ടിലോട്ടൊക്കെ നോക്കുമ്പോൾ. ആരുമില്ല, അതും ഈ കൊടും തണുപ്പും. എന്തായാലും കിടിലൻ വഴിയൊക്കെയാണ്. ഇങ്ങനെ കുറച്ചധികം ദൂരം നമുക്ക് പോകാനുണ്ട്, എന്നാലേ നമുക്ക് ഹൈവേയിലോട്ട് എത്തുള്ളൂ കേട്ടോ. നടന്നൊന്നും പോക്ക് നടക്കില്ല. എന്തായാലും നടന്നു പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ പോകേണ്ടി വരും എന്നറിയാമോ. കാറിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോളം ഇങ്ങനത്തെ വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നിട്ടാണ് ഹൈവേയിൽ എത്തുള്ളൂ. അപ്പോൾ നടന്നു പോക്കെന്ന് പറഞ്ഞാൽ അത് ഈ കൊടും തണുപ്പിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഒരുപാട് രാത്രിയൊന്നും ആയിട്ടില്ല, 6 മണി ആയിട്ടുള്ളൂ. 6 മണിക്ക് കൂര ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ സിറ്റിയിലോട്ട് വന്നു. ഇവിടെ ഒരു കാറ് കിടക്കണം. നോക്കി, എൻ്റെ പൊന്ന്, ഐസിൽ പൊതഞ്ഞ് കിടക്കണം. നമ്മുടെ പഴയ പത്മിനി പോലത്തെ ഒരു കാറ് കണ്ടോ, പഴയ ടൈപ്പ് കാറാന്ന് തോന്നുന്നു. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോ, ഫുള്ള് മഞ്ഞ് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സിറ്റിയുടെ ഭാഗത്തോട്ട് സിറ്റി സെൻറ്ററിൻ്റെ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ഫുഡും സംഭവമൊക്കെ കഴിക്കാമല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു ചെറിയ കഫേയും. ഇതൊരു റെസ്റ്റോറൻറ്റാണ്, സമ്മർ ഇൻഡോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ റെസ്റ്റോറൻറ്റും ബാറ് അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നടക്കാം, പോകണ വഴി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊക്കെ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു ഈ കാണുന്നതൊക്കെ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ വന്നിരുന്നു. രാത്രിയിൽ ലൈറ്റിന് എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു, മൊത്തം കത്തണമല്ലോ. ഉണ്ട്, ഇത് മൊത്തം ഐസിലുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല രസമല്ലേ. ഇതൊരു ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ്, യാക്കൂട്ടിയൻ റെസ്റ്റോറൻറ്റ്. ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻ്റാണ്. നിങ്ങൾക്ക് ഫുഡൊക്കെ ട്രഡീഷണലായിട്ടുള്ളത് കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. മാക്സ്ത എന്നാണ് എൻ്റെ പേര്. പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിഷിനൊക്കെ ഒരു 1000 തൊട്ട് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല ഫണ്ട് ചിലവാകും. നേരം ഒരു ദിവസം പോയി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ കയറി, അത്രേ ഉള്ളൂ. നമ്മുടെ ഡെയിലി മാർട്ടിൽ വന്നിട്ട് ഇത് കണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, അത് മേടിച്ച്. എന്താണെന്ന് പറയാൻ പാടില്ല. ആദ്യം കഴിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഇത് മനസ്സിലായി, ഇത് സോസേജാണ്. പിന്നെ ഇവിടെ വേറെയും കുറേ ഫുഡുകൾ കിട്ടും, സാൻഡ്വിച്ചും ചോറും അതുപോലെ കറികളും ഒക്കെ ഉണ്ട്. ചൂടാക്കി കഴിക്കാൻ ഇവിടെ ഓവനൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. ഞാനൊരു ചിക്കൻ്റെ ലെഗ് പറഞ്ഞു. ഭയങ്കര ചൂടാണല്ലോ. വേണ്ട, ചിക്കൻ ലെഗ് ഇപ്പം ഉണ്ടാക്കിയുള്ളത്, ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഇറങ്ങി. ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനം, എനിക്കത് എന്താ സംഭവം മനസ്സിലായില്ല. പിന്നെ സോസേജ്, ഒരു 3 കോഴിക്കാല്, എന്തോ ഒരു മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുത്തേക്കണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് അത് കഴിച്ചു, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. പിന്നെ അവിടെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ 7-11 അവിടെ കുറേ ചീപ്പായിട്ട് ഫുഡ് കിട്ടും, ഏറ്റവും ബഡ്ജറ്റായിട്ട്. അതായത് റൈസും ചിക്കനും, റൈസും പോർക്കും
അല്ലെങ്കിൽ റൈസും വെജിറ്റബിൾ കറി അങ്ങനെ മിക്സ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ തന്നെ ഓവനുണ്ട്, അതെടുക്കുക, ബില്ലടിക്കുക, അവിടെ തന്നെ ചൂടാക്കി കഴിക്കാം. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ സ്ഥലം മാത്രമേ ഉള്ളൂ, ഇതുപോലത്തെ ഡെയിലി മാർട്ട് പോലത്തെ ഉള്ള കടകൾ. റെസ്റ്റോറൻറ്റിൽ കയറിയാൽ 1000 രൂപയെങ്കിലും പൊട്ടും, അതാ പ്രശ്നം. ഭയങ്കര റേറ്റാണ് ഈ സിറ്റിയിൽ. പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 300 രൂപ ഒരു നേരത്തെ ഫുഡിന് വരും. ഇപ്പോൾ ഞാനിപ്പോൾ കഴിച്ച ചിക്കനിൽ 3 പീസ് ചിക്കൻ്റെ കാലിന് 288 രൂപ. പിന്നെ ഒരു കുപ്പി വെള്ളം മേടിച്ചു 52 രൂപ. ഒരു കുപ്പി വെള്ളത്തിന് 50 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ എക്സ്പെൻസാണ്. പിന്നെ ആ സ്റ്റിക്കിന് 130, അങ്ങനെ പല പല റേറ്റൊക്കെയാണ്. അത്യാവശ്യം എമൗണ്ടൊക്കെ ഉണ്ട്. ഈ കാണുന്നുണ്ടോ, ഇതൊരു മാളാണ്. ഒരു ചക്രത്തിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. കുറേ കടകളുണ്ട്, അതിൻ്റെ മുമ്പിൽ കുറേ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ റോഡൊന്ന് ക്രോസ് ചെയ്യാണ്. ഇവിടെ കറക്റ്റായിട്ട് നമ്പറും ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കൂടി മാത്രമേ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ സീബ്ര ലൈനിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയൊക്കെ തരും. ഈ ദുബായിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, അതേപോലെ തന്നെ അതൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ കുറേ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാവണില്ല. ഇത് അപ്പുറത്തുനിന്നാണ് വായിക്കേണ്ടതെന്ന് തോന്നണം. അപ്പുറത്ത് പോയി നോക്കട്ടെ. ഇത് ഇപ്പുറത്ത് വന്ന് വായിച്ചിട്ട് മനസ്സിലാവണില്ലല്ലോ. ഇത് ഇവരുടെ ഭാഷയാണെന്നാണ് തോന്നണം. എന്താ എഴുതിയേക്കിടുന്ന ഒരു പിടുത്തം കിട്ടണില്ല. നമ്മൾ നേരത്തെ കണ്ട മാളിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം. ഇതൊക്കെ ഓരോരോ കടകൾ, ഷോപ്പുകളൊക്കെയാണ്. ബർഗർ കിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതൊരു ഫാർമസിയാണെന്ന് തോന്നുന്നു. പച്ചക്കണ്ട ഫാർമസിയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഇവിടെ 20th ജെറ്റോ അങ്ങനെ ഒരു ഐസിലുണ്ടാക്കിയൊരു സംഭവം കാണുന്നുണ്ട്. JCB ആണോ മുകളിലിരിക്കണം? ഇത് കണ്ടോ, അടിപൊളിയല്ലേ. കംപ്ലീറ്റ് ഐസിലുണ്ടാക്കിയണ്ട. ഇത് അവരുടെ ഭാഷ എഴുതിക്കണം, അതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഈ കാണുന്ന കണ്ട, ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അതായത് ഹീറ്റഡ് ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് ചൂടാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ കയറി നിൽക്കാം ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ബസ് വരുമ്പോൾ ചെന്നാൽ മതിയല്ലോ പുറത്തോട്ട്. അപ്പോൾ അതുവരെ നിൽക്കാനുള്ളൊരു സൗകര്യം പക്ഷേ എല്ലായിടത്തും ഇല്ല. ഞാനൊക്കെ ചില നേരത്ത് ബസ് നോക്കി നിന്ന് മനുഷ്യൻ്റെ കൈയും കാലൊക്കെ മരവിച്ച് പോയിട്ടുണ്ട്. ഈ ബസ്സിൻ്റെ മുൻഭാഗം നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ അടച്ചു വെക്കേ, കാരണം ആ തണുപ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ. കണ്ട, ഇത് ഒറ്റ ആളല്ല കേട്ടോ ജീവനക്കാരനായിട്ട്. ഡ്രൈവർ തന്നെയാണ് കാശ് മേടിക്കുന്നതും അതുപോലെ ബാക്കി കൊടുക്കുന്നതും എല്ലാം ഒറ്റ ആളേ ഉള്ളൂ. കണ്ടക്ടർ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ബസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇർക്കുസ്കിലൊക്കെ കുറച്ചും കൂടി ചെറിയ മിനി വാനുകളായിരുന്നു കൂടുതലും. ഇവിടെ വലിയ വലിയ ബസ്സുകളൊക്കെയാണ്. വലിയ ബസ് പറഞ്ഞാൽ ഇത്രയുള്ള ബസ്സുകൾ, മിനി ബസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കുറേ ലൈറ്റപ്പും സംഭവമൊക്കെ ഉണ്ട് ഈ വഴി അങ്ങോട്ടേക്ക്. നമ്മൾ എന്തായാലും ഈ ഒരു സിറ്റിയുടെ രാത്രി കാഴ്ചകളുടെ ഒരു എപ്പിസോഡ് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് കാണിക്കാം. ഇത് കണ്ടോ, പുക പോണുണ്ട്. അത് വണ്ടിയുടെ പുകയല്ല കേട്ടോ, അത് ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ചൂടുവായി പുറത്തോട്ട് പോകുമ്പോൾ പുറത്ത് ഇത്രയും -ഡിഗ്രി അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പുകയാണ് പോണ. അടുത്ത ബസ് വന്നു. ഇതൊരു പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പാണ്. ഇത്രയും രാത്രിയായ പോലെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും അല്ല 9 മണിയോ 10 മണിയെന്ന്. അങ്ങനെയല്ല, സമയം 6:15 അത്രേ ആയിട്ടുള്ളൂ. 6 മണി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. ആ ഒരു അവസ്ഥയാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം ആക്റ്റീവാണ് സിറ്റി. ഇത്ര -ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറഞ്ഞാലും നിറച്ച ആൾക്കാരാണ്. നമ്മൾ നേരത്തെ കണ്ട ആ മാളിൻ്റെ ഭാഗത്തു കൂടി നടന്ന് നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ കാറുകളൊക്കെ നിരത്തി ഇട്ടിരിക്കുന്നുണ്ടോ. ഈ കാണുന്നത് ഷിഫ്റ്റാണ്. ഷിഫ്റ്റ്, നമ്മുടെ നാട്ടിൽ ഷിഫ്റ്റ്. അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് നട്ടാഷ എന്ന് പറയുന്ന ഒരു തരം കവറാണ്. ഇത്തിരി കട്ടി കൂടിയ ഈ കാറ് മൂടിയിടുന്ന ടെമ്പറേച്ചറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കവറാണത്. നല്ല വിലയുണ്ട് അതിനിവിടെ. അതാണ് ഷിഫ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ. ഇവിടെ ഞാനിപ്പോൾ 2ാമത്തെ ഷിഫ്റ്റാണ് കാണുന്നത്. അത് കൊള്ളാമല്ലോ. ഈ ഒരു ടെമ്പറേച്ചറിൽ ഈ വണ്ടിയൊക്കെ വർക്ക് ചെയ്യുമല്ലേ. ഡീസലാവാൻ സാധ്യതയില്ല, പെട്രോളായിരിക്കും. ഈ കാണുന്നത് ഇവരുടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണ്. DNS എന്നൊക്കെയാണ് എൻ്റെ പേര്. പിന്നെ റഷ്യൻ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കിട്ടും. മൊബൈൽ, ലാപ്ടോപ്പ്, ക്യാമറകൾ, കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ,
ഓവൻ അങ്ങനെ എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഉണ്ടോ അത് മൊത്തം കിട്ടുന്ന ഒരു കടയാണ് ഈ കാണുന്നത്. കണ്ടോ ഈ വണ്ടിയിൽ നിന്ന് പോകുന്ന പുക നോക്കി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട ഹിസ്റ്ററി മ്യൂസിയം ഇല്ലേ, അത് ഈ വഴി നേരെ പോയിട്ട് ഇടത്തോട്ട് പോകുമ്പോഴാണ് അതുള്ളത്. ആ സൈഡിലായിട്ട് വരും. നമ്മുടെ ടാനിയ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. നമ്മുടെ ചേച്ചിയുടെ വീടിൻ്റെ ലൊക്കേഷൻ ആക്ച്വലി നല്ലൊരു ലൊക്കേഷനാണ്. എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ഉണ്ട്. നമുക്ക് ബസ് കയറി പോയാൽ മതി. സ്റ്റോപ്പൊക്കെ അടുത്ത് തന്നെ, ജസ്റ്റ് ഒരു 5 മിനിറ്റൊക്കെ നടന്നാൽ ബസ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ എത്തും. അതെന്തായാലും അടിപൊളിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വണ്ടി അതുപോലെ തന്നെ ഇവിടെ കിടക്കണം. ഇത് എടുക്കുന്നില്ലേ? ഇതിനി എങ്ങനെ എടുക്കും? ഇനി സമ്മറാവണമായിരിക്കും. തണുപ്പൊക്കെ കഴിഞ്ഞിട്ടേ മഞ്ഞൊക്കെ ഉരുകി വെയിലൊക്കെ വന്ന് ചൂടായാലേ ആ വണ്ടീന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നണം. കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ മൂടിയിട്ടേക്കാണ്. ചില വണ്ടികൾ മൂടിയേ ഇട്ടിട്ടില്ല, അതിൻ്റെ മുകളിൽ മൊത്തം ഐസാണ്. ഇതാണ്ട നമ്മുടെ ചേച്ചി താമസിക്കുന്ന സ്ഥലം. നമ്മൾ താമസിക്കുന്ന സ്ഥലവും അത് തന്നെ. ഈ ജനല ഈ സൈഡ് ഇത് കണ്ടേ പൈപ്പൊക്കെ പോയേക്കണമൊക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കാണിച്ചാണ്. കണ്ടോ ഒരുപാട് രാത്രി ആയ പോലെ അല്ലേ? 6:30 ആയിട്ടുള്ളൂ. എന്താ അപ്പോൾ ഞാനിനി നേരെ പോയി റെസ്റ്റ് എടുക്കട്ടെ. നാളെ അടുത്ത പരിപാടികൾ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നേരെ വീട്ടിൽ പോവാം. എൻ്റെ പൊന്നാളി എത്ര ദിവസമായി എന്നറിയാം ഇറങ്ങിയിട്ട്. എത്ര ദിവസമല്ല, എത്ര ആഴ്ചകളായി. 1 മാസമാകും പോണു ഞാൻ ട്രിപ്പിന് ഇറങ്ങിയിട്ട്. ചൈന വഴി ഇങ്ങനെയൊക്കെ വന്നത് ഏതാണ്ട് 1 മാസമായി. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോവുക എന്നാണ് നമ്മുടെ അടുത്ത പ്ലാൻ. നമ്മുടെ ബഡ്ജറ്റും എല്ലാം പ്രശ്നത്തിലായി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറയാം, അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. പിന്നെ എങ്ങനെയാണ് പോകുന്നത്, ഏത് വഴിയാണ് റൂട്ട്, എത്ര രൂപ കോസ്റ്റൊക്കെ. കോസ്റ്റ് പിന്നെ നമുക്ക് പറ്റിയ കുറേ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ് കൂടിയത്. ബഡ്ജറ്റൊക്കെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് നമ്മൾ മുർമാൻസ്ക് പോകാനായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതായത് മോസ്കോ ആ സൈഡിലെ യൂറോപ്യൻ സൈഡ്. ഞാൻ അതൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി, കാരണം ബഡ്ജറ്റൊക്കെ സീനായി. അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ സെൻസറാണ്, അനങ്ങാണ്ട് ഇന്ന് അത് കേടും. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് തിരിച്ചു പോണതും ഇവിടുത്തെ ബാക്കി. അയ്യോ ഇതിൻ്റെ ഉള്ളിക്കരെ തെന്നി വീഴും. ഇവിടെ ചേച്ചിയെ വിളിക്കണമെങ്കിൽ ഇങ്ങനെ നമ്പറൊക്കെ അടിച്ച് വിടാൻ വിളിക്കാനായിട്ട്. അപ്പോൾ അവിടെ കോള് പോവും. ഇവിടെ ഒരു ഇൻ്റർകോം ഉണ്ടേ. അപ്പം റൂം തുറന്നു വായിക്കും. താങ്ക് യു. ഓക്കെ യാ ഓക്കെ. അപ്പോൾ ഇവിടെ നമ്പർ അടിച്ചാൽ അവരെയൊക്കെ അവിടെ നിന്ന് റൂമിൽ നിന്ന് തുറക്കാൻ പറ്റും. അത് കിടിലം പരിപാടികളല്ലേ, അങ്ങനത്തെ സെറ്റപ്പാണ്. ഇത് മെയിൻ ഡോറാണ് ഈ ഫ്ലാറ്റിലോട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർകോം വെച്ചിട്ട് നമ്പർ അടിക്കുമ്പോൾ അവരുടെ റൂമിലോട്ട് കോൾ പോകും. എന്നിട്ട് അവർ സംസാരിക്കാൻ പറ്റും, ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് ഡോറ് തുറന്നാൽ മതി. ഡോറ് നമുക്ക് അവിടെ നിന്ന് റൂമിൽ നിന്ന് തുറക്കാം. അങ്ങനത്തെ ഒരു സംവിധാനം അത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ ശരി, എന്നാൽ പോയി റെസ്റ്റ് എടുക്കട്ടെ.